അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മഗ്‌രിബ് അസ്തമിക്കലോടുകൂടി നമുക്ക് കടന്നു വരുന്നത് ഒടുവിലെ ബുധൻ, ഒടുക്കത്തെ ബുധനാഴ്ച, സഫറിലെ ബുധൻ, ഇങ്ങനെ സഫറിന്റെ അവസാനം വരുന്ന ബുധനാഴ്ചയാണ്. ഈ ബുധനാഴ്ച എന്നുള്ളത് മഹാരഥന്മാർ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഒരുപാട് 3,20,000 ആകാശത്തിൽ നിന്ന് ആഫത്തുകൾ ഇറങ്ങുന്ന, മുസീബത്തുകൾക്ക് ഇറങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട വർഷത്തിൽ വരുന്ന ഒരു ദിവസമാണ് ഈ ഒടുക്കത്തെ ബുധനാഴ്ച. അപ്പൊ ഈ ആഫത്ത് മുസീബത്തുകൾ ഇറങ്ങി വരുമ്പോൾ അതിനൊക്കെ നമുക്ക് രക്ഷപ്പെടണം. അതിനുള്ള വഴിയാണ് നാം സ്വീകരിക്കേണ്ടത്. പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ നിസ്സാരമായി ഒന്നും കാണാൻ പാടില്ല. അതിൻ്റെ നിസ്സാരത നാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ നാളത്തെ ബുധനാഴ്ച, ഇപ്പൊ നാളെ ബുധനാഴ്ചയാണ്, ഇന്ന് മഗ്‌രിബോടുകൂടി ഒടുക്കത്തെ ബുധനാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിസ്കാരം ഏതാണ്, നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സൂറത്ത് ഏതാണ്, നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ, ആയത്തുകൾ ഏതാണ് എന്നതിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നാം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നാം നോക്കാറുള്ളത് ആ ചെയ്യുന്ന കാര്യത്തിൽ വലിയ ബർക്കത്തും റാഹത്തും കിട്ടാൻ വേണ്ടി നല്ല ദിവസം നോക്കും. ഒടുവിലെ ബുധൻ അത് നഹ്സിന്റെ ദിവസമാണ്. നഹ്സില്ലാത്ത ദിവസം നാം പരിഗണിക്കാറുണ്ട്. എല്ലാ ദിവസങ്ങൾക്ക് ചിലതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിവസമാണല്ലോ വെള്ളിയാഴ്ച, സയ്യിദുൽ അയ്യാമാണ്. അതുപോലെ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള മാസമാണ് റമദാൻ. അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പൊ നല്ല കാര്യത്തിന് നല്ല ദിവസം തിരഞ്ഞെടുക്കൽ നല്ലതാണ്. നഹ്സുള്ള ദിവസങ്ങൾ ഒഴിവാക്കൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ ഈ ഒടുവിലെ ബുധൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള നഹ്സുള്ള, കൊല്ലത്തിൽ ഒരിക്കൽ, വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഒടുവിലെ ബുധൻ, ആ ബുധൻ ആഴ്ചയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിൽ ഹാരിഫീങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ, നാം പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. നാം രാവിലെ സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് ഈ ആഫത്തുകളെ തൊട്ടെല്ലാം നമുക്ക് കാവൽ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ ഒരു ആഫത്ത് മുസീബത്ത് നമുക്ക് ഉണ്ടാവില്ല. സൂറത്ത് യാസീൻ ഓതിക്കൊണ്ടിങ്ങനെ വരുമ്പോൾ സലാമും ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ആയത്തെത്തുമ്പോൾ അത് 313 പ്രാവശ്യം ആവർത്തിച്ച് ഓതുക. അത് കഴിഞ്ഞ് സൂറത്ത് യാസീൻ പൂർത്തിയാക്കാം. സൂറത്ത് യാസീൻ അറിയാമല്ലോ, ലിമ ഖുരിഅ ലഹു, എന്തിനാണ് ഓതുന്നത് അതിനുള്ളതാണ്. നല്ല ആത്മാർത്ഥമായി ഓതിയാൽ നമുക്ക് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഭർത്താക്കന്മാർ, കച്ചവട സ്ഥാപനങ്ങൾ, മറ്റുള്ള ബിസിനസ്സുകൾ, ഇതിലൊക്കെ എന്തൊരു ആഫത്ത് മുസീബത്തൊക്കെ വരാതിരിക്കാൻ സലാമത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യണം. പ്രത്യേകമായൊരു ദുആ ഉണ്ട്. ആ ദുആ സ്ക്രീനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് അറിയുന്നവർക്ക് അത് നോക്കി ചൊല്ലാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന മലയാളത്തിലോ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ആരിഫീങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു, ഇന്നത്തെ ദിവസം, അതായത് ഈ ഒടുവിലെ ബുധൻ നമ്മളെ കടന്നു വരുമ്പോൾ പ്രധാനപ്പെട്ട് നാം നിസ്കരിക്കേണ്ട ഒരു 4 റക്അത്ത് നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ മുത്തലക്കായ സുന്നത്തിന്റെ നിയ്യത്ത് കരുതിക്കൊണ്ട് നിസ്കരിക്കാം. മുത്തലക്കെന്ന സുന്നത്തെന്ന 2 റക്അത്ത് നിസ്കരിച്ച് നാം കൈകെട്ടി ഫാത്തിഹ ഓതിയതിന്റെ ശേഷം നാം സാധാരണ നമുക്കറിയുന്ന സൂറത്ത് ഓതുന്നു. ഇവിടെ നാം ഓതേണ്ട സൂറത്ത് ഇന്നാ ഉതീന കൽ കൗസർ എന്നുള്ള സൂറത്തുൽ കൗസർ 17 തവണ ആവർത്തിച്ച് ഓതാം. എന്നിട്ട് റുക്കൂൽ പോയി ഇഅ്തിദാൽ വന്ന് 2 സുജൂദിന്റെ ഇടത്തും, അത് കഴിഞ്ഞ് നേരെ എഴുന്നേറ്റ് വീണ്ടും ഫാത്തിഹ ഓതും. എന്നിട്ടും ഫാത്തിഹ ഓതിയതിന്റെ ശേഷം നാം പിന്നെ ഓതേണ്ട സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ് 5 തവണ ഓതാം. അതിന്റെ ശേഷം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ സൂറത്ത് ഓതി ഖുൽ ഹുവല്ലാഹു അഹദ് 5 തവണ ഓതാം. എന്നിട്ട് ഇത് 2 സൂറത്ത് ഓതി
ആ നിസ്കാരങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നാം ദുആ ചെയ്യണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അതായത് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാവലുണ്ടാകുമെന്ന് ആരിഫ്യങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരണം. അതുപോലെ സലാമത്തിൻ്റെ ആയത്ത് 7 ആയത്തുകൾ, അത് ഒരു പാത്രമെടുത്ത് ആ പാത്രത്തിൽ നോക്കിക്കൊണ്ട് എഴുതാം. എഴുതി ആ മഷി വെള്ളത്തിലിട്ട് കുടിച്ചാൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ കാവൽ നൽകുമെന്നുള്ളതാണ്. ആയത്തൊക്കെ നമുക്കറിയാം. മൗലിദ് കിതാബിലേക്ക് നോക്കിയാൽ ആയത്ത് കാണാം. വേണമെങ്കിൽ നാം സ്ക്രീനിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ്. ചില ഉമ്മമാർക്ക്, ചില സഹോദരിമാർക്ക് ആയത്തൊക്കെ മനഃപ്പാടമുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ നമ്മോട് പറയുമ്പോൾ നാം ഇത് നിസ്സാരമായി ഒരിക്കലും കാണാൻ പാടില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആഫത്ത് മുസീബത്ത്, അതുപോലെ എപ്പോഴാണ് ഒരാൾ ഏത് സാഹചര്യത്തിൽ എന്തവസ്ഥയിൽ അകപ്പെട്ടു പോകുന്നറിയില്ല. ദുരന്ത മരണങ്ങൾ എല്ലാത്തരം തൊട്ട് അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ പിഞ്ചുമക്കൾ, അവരൊക്കെ നാം ഉൾപ്പെടുത്തണം. അവരൊക്കെ ഒന്നിച്ചിരുത്തി അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് നാം ഇത് പ്രാർത്ഥിക്കണം. എന്തിനെന്നറിയോ? അവർക്കും ഇതിൻ്റെ ഗൗരവം നാം ചെറുപ്രായത്തിലെ ഈ മക്കൾക്ക് നാം ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. ഒരു പ്രായമാകുമ്പോൾ അവർ ഇതിനെക്കുറിച്ച് വിമർശിക്കാനും പല ചോദ്യങ്ങളുമായി മുന്നോട്ട് വരാൻ തന്നെ വരും. ഇന്നിപ്പോൾ കാണുന്നില്ലേ, നമ്മുടെ മുസ്ലിങ്ങളിൽ പെട്ടവർ തന്നെയാണ് ഒരു ശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങളെ ഒരു നിസ്സാരമായി കാണുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. മുസ്ലിം പെൺകുട്ടികളും പലരും മാധ്യമങ്ങളിലൂടെ വന്ന് പറയുന്നതൊക്കെ എന്തുകൊണ്ട്? ദീനിയായ ബോധം കിട്ടാത്തത് കൊണ്ട്. അതുകൊണ്ട് ഒടുവിലെ ബുധനാഴ്ച എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ നാം ഗൗരവത്തിൽ കണക്കിലെടുക്കുകയും അതിൽ ഈ പറയേണ്ട ദിക്റുകളും അതുപോലെ ഈ നമസ്കാരങ്ങളും അതുപോലെ സൂറത്ത് യാസീൻ ഒക്കെ പ്രത്യേകമായി നാം ഓതുകയും അള്ളാഹുവിനോട് പ്രത്യേകമായി നാം ദുആ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന പലരിലും ഒരുപാട് ആളുകൾ, രോഗികളുണ്ട്, പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി പറയുന്നവരുണ്ട്, ദുആയിൽ ഉൾപ്പെടുത്തണം ഉസ്താദ് എന്ന് പറയുന്നവരുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റട്ടെ. നല്ലൊരു ജീവിതം അള്ളാഹു നൽകട്ടെ. മരണം വരെ പ്രയാസമില്ലാതെ സന്തോഷകരമായ ജീവിതം അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.